കിട്ടും. ഇന്ന് പിന്നെ ഇവിടെ ചോറായിരുന്നില്ല. ഇന്ന് ഇവിടെ റാഗി മുത്തയായിരുന്നു. പിന്നെ അതിനകത്ത് ചോട്ടിൽ എന്തോ ഒരു കൂട്ടാൻ. എന്താണെന്ന് റാഗി എനിക്കറിയില്ല. മുദ്ദേന്റെ കൂടെ എന്തെങ്കിലും കറി വേണ്ടേ കഴിക്കാൻ? നല്ല കറി. എന്തോ ഒരു കറി ഉണ്ടായിരുന്നു. അതെനിക്ക് അറിയില്ല. പിന്നെ എനിക്ക് കറി വേണ്ട പറഞ്ഞപ്പോ അതിനകത്ത് എള്ളാട്ടിയ എണ്ണ നടുക്കിൽ ഒഴിച്ചിട്ടു ഉരുട്ടി ഉരുട്ടി തന്നു. എങ്ങനെ കഴിക്കാൻ തോന്നണം? എനിക്ക് ഇഷ്ടല്ല. ഞാൻ കഴിച്ചൊന്നുമില്ല എന്റെ ദൈവം. ഞാനത് കഴിച്ചു തുടങ്ങിയപ്പോ തന്നെ ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി. അതൊന്നും കഴിക്കാൻ കഴിയില്ല. എന്നാൽ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കിരുന്നിട്ട്. എന്താ ദേവു കഴിക്കുക? ഒന്നും കഴിക്കാനില്ലേ? നോൺ വെജ് നല്ല കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ വാട്ട് എവർ എന്തെങ്കിലുമൊക്കെ നോൺ വെജ് ഐറ്റംസിലൊക്കെ ഉണ്ടാവും. ഞാൻ ഇവിടെ അനിയൻ വെജിറ്റേറിയൻ നോൺ തന്നെ വെജ് നോൺ കഴിക്കും. വെജ് ആക്കിയിട്ട് ഉണ്ടാക്കാൻ സാധിക്കൊച്ചേ. മറ്റെന്താ പറയാ, നമ്മളെ മറ്റേ എന്താ അതിന് പറയട്ടാ, എന്താ പറയാ അതിന്, കോളിഫ്ലവർ അങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് അതേ രീതിയിൽ ഉണ്ടാക്കാൻ എനിക്ക് വേണ്ടി. കോളിഫ്ലവറിന്റെ സ്മെല്ലൊന്നും വയ്യ കുട്ടി. ഇവിടെ ഇപ്പൊ ഈ അനിയൻ നോൺ വെജ് കഴിക്കുക. എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം അനിയൻ പറഞ്ഞു, സദ്യ എടുത്തമ്മ കുറച്ച് എന്തെങ്കിലും കഴിക്കും. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മോനെ, എടുത്തമ്മ ഇതുവരെ കഴിച്ചിട്ടില്ല, ഇനി എനിക്ക് വേണം. അതിനെ കൊണ്ട് പറയേ വേണ്ട പറഞ്ഞു. ശരി പറഞ്ഞിട്ട് എന്നാ ശരി. പിന്നെ ഈ മറ്റേ ആ കുഞ്ഞു സാധനം ഉണ്ടല്ലോ, എന്തായാലും പറയും, എന്ത് ബീൻസാന്ന് പറഞ്ഞേ, ഒരു ഉണ്ടമണി പോലത്തെ സാധനം, പട്ടാണിയോ? സോയാബീൻസാ. സോയാബീനോ? അതിനെ ആ ഇങ്ങനെ എന്തൊക്കെയോ കാട്ടി തന്നു. പക്ഷെ എനിക്ക് എന്തോ ആ കുട്ടി, എനിക്ക് ഒന്നാമത്തെ പിണങ്ങാതെ ഭക്ഷണത്തിനൊന്നും അപ്പുറത്തെ ഒരു ചേച്ചി ടേസ്റ്റ് ഇല്ല. ചിരവ എടുത്ത് തലക്കടി പറയുന്നുണ്ട്. എനിക്ക് എന്നും കാണാൻ എന്റെ സതിമുത്തിനെ കാണണം പറയാം. പിണങ്ങാതെ അപ്പുറത്തെ ചേച്ചി ചിരവ എടുത്ത് തലക്കടിയുന്നു. പിണങ്ങിയാല് സോയാബീൻ, അതെ സോയാബീൻ. ജാക്ക് പോയോ ചോദിക്കുന്നത്. സോയാബീൻ മറ്റേ നല്ല ഡീപ് ഫ്രൈ ആക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പുറത്തെ ചേച്ചി പിന്നെ ഈ വഴുതനങ്ങ ഉണ്ടല്ലോ, വഴുതനങ്ങ കുറച്ച് മസാല ഒക്കെ തേച്ച് അങ്ങനെ പുരട്ടി ഉണ്ടാക്കാൻ. അതൊക്കെ തന്നെയൊക്കെയാണ്. എന്താ ഇപ്പൊ പറയാ. വഴുതനങ്ങ പിന്നെ എനിക്ക് പ്രഗ്നന്റ് എന്നും സമയത്ത് കാണണം അധികം എന്റെ കഴിക്കാൻ പാടില്ലെന്ന് സതിമുത്തിനെന്ന്. പറയും. അതിന് ഗ്യാസ് കൂടും. സന്മേട്ട, നിങ്ങൾ ഈ രാജ്യം വിട്ടുപോയി വല്ല രാജ്യത്ത് കിടന്ന് എന്താ ഞാൻ ചെയ്യും? നിങ്ങൾക്ക് എന്നും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് വരൂ. എന്നോട് നാട് വിട്ട് പോരാൻ പറയരുത്. എനിക്ക് പശു ഇല്ലാതെ ജീവിക്കാനേ പറ്റില്ല. ഇപ്പൊ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് പശു ഇല്ലാണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർക്ക് എന്നാലും ഞാൻ ഇഷ്ടംപോലെ ഇവിടെ പശു ഉണ്ടാവുമല്ലോ. ഏ അവിടെയൊക്കെ നല്ല പശു. ഇവിടെയൊക്കെ മറ്റേ റോഡിന്റെ അധികാരികൾ തന്നെ പശുക്കളാണ്. ഇവിടെയൊക്കെ നിറയെ പൈക്കളുണ്ട്. എന്നിരുന്നാൽ കൂടി ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണില്ലല്ലോ. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ബാത്റൂമിലേക്കാ ഛർദ്ദിക്കാൻ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്താ പറയാ, അതെ നല്ല ടേസ്റ്റ് ആണ്. ബീഫ് പോലെ വെക്കണം പറയുന്നത്. ഇല്ല ചേച്ചി, കറക്റ്റ് ആണ്, അടിപൊളിയാണ് പറയുന്നുണ്ട് സിബി. നീ എന്നെ പൊക്കിയത് മതി, മിണ്ടായിരിക്കവിടെ. സതിമുത്തേ, ഞാൻ എന്റെ ജീവിതത്തിൽ ചിക്കൻ, ഫിഷ്, എലാമ്പക്ക്, കല്ലുമക്കായ, എങ്ങ് കൂട്ടുവേല, അതിന്റെ രസം എനിക്കറിയില്ല പറയുന്നുണ്ട്. ഇപ്പൊ നാട്ടിൽ പോയി, എന്റെ നാട്ടിൽ പോണം, എന്നാലേ ഇത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൂട്ടാൻ പറ്റും. കല്ലുമക്കായ, ചെമ്മീന്. മലപ്പുറം, കോഴിക്കോട്, കോഴിക്കോട് മലപ്പുറം ആ പോണം. ഭാഗത്ത് ഇവരെ നിറയെ വീട്ടില്, നോൺ വെജ്. പാലക്കാട് ഇവരെ വീട്ടിൽ പോയാൽ അങ്ങനെ അവിടെ മീനൊന്നും വാങ്ങുന്നില്ല. അവിടെ അധികവും ഓ, പച്ചക്കറികളാണ്. പാലക്കാട്ടില് പറഞ്ഞു നിരീച്ച കുട്ടി ഒന്ന് കണ്ടിട്ടാണ്. അവിടെ വലിയ ഓണങ്ങലാണ് വന്നിട്ട്. അവിടെ മറ്റേ ഇതാ മറ്റേ നമ്മുടെ എന്ത് മുരിങ്ങന്റെ. മീന് അതിന് പറയുന്നത്? ഞാൻ പോകുന്നു ബായി ഓൾക്കിരിക്കാൻ. ഞാൻ പോവാണോ? അവിടെ ചപ്പോളാണ്. അത് മുരിങ്ങയുടെ, ഓക്കെ, അത് ടേക്ക് ലിസ്റ്റ്. ചപ്പോള് വറവാണ്. എന്ത് പയറിന്റെ വറവ്. അവിടെ കൂടുതലും മറ്റേ വറവ്, പുളിങ്കൂട്ടാനുള്ളത്. മറ്റേ മുരിങ്ങയില. പക്ഷെ എനിക്ക് ഇഷ്ടം കേട്ടോ അവിടുത്തെ ഫുഡ്. എനിക്ക് അങ്ങനത്തെ ഫുഡൊക്കെ ഇഷ്ടം. മുരിങ്ങയില, അവിടങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും എന്തുണ്ടാവും പറഞ്ഞിട്ടാണ്? വെണ്ടക്ക പുളിങ്കറി, നങ്കിമീൻ അതെ വറുത്തത്. അതെ, അവിടെ കൂടുതലും പുളിക്കറിയാണ്. പറഞ്ഞിട്ടാണ്. എന്തട ഉണ്ണി കൂട്ടാന് എന്ന് ചോദിക്കാണ്. എന്തട ഉണ്ണി കൂട്ടാൻ എന്ന് ചോദിച്ചാ, എന്ത് പറയ കുട്ടിയെ, നങ്കിമീൻ വറവുണ്ട്, പുളിങ്കറി ഉണ്ട്, വെണ്ടക്ക പുളി ഉണ്ട് പറഞ്ഞിട്ടാണ്. ശരി പറഞ്ഞിട്ടാ വന്നാളെ നിങ്ങള് 2 വറ്റ് ചോറ്ന്ന് പോകും പറഞ്ഞിട്ട് എവിടെ പറഞ്ഞ പാലക്കാട് ഭാഷ? നേരെന്നെ. ഈ സാധനത്തിന് അറിയില്ല പാലക്കാട് ഭാഷ. എന്റെ ദേവാ, നിങ്ങക്ക് നിശ്ചയം കൂട്ടം കൂടാൻ പറ്റില്ല എന്നുണ്ടോ പാലക്കാടനെ? ഈ ഇതിനറിയില്ല. അത് മറ്റേ ബോധം വെച്ച സമയം മുതൽ ദേശാടനകിളിയല്ലായിരുന്നു, അതുകൊണ്ട് അറിയത്തില്ല. സിവിനേട്ടാ, ഇതാണ് നമ്മുടെ പാലക്കാടിനെ കൊണ്ട് കൂട്ടം കൂടിനെ പറഞ്ഞിട്ടേ. നിങ്ങൾ എന്നെയും കൊണ്ട് കൂട്ടം കൂട്. നിങ്ങളും കൂടി കയറി ഇരുന്നിട്ട് 4 കൂട്ടം കൂടിക്കഴിഞ്ഞാൽ നന്നായിണ്ടാവും പറയാണ്. ഇവിടെയോ സമയം നന്ത്രവതി അങ്ങനെ നിന്റെ ചോദിക്കുന്നത്? കൂട്ടം. ഇവിടെ ഈ 2:15 ഇവിടെ 2:15. തൂമക്കണ്ണന്മാർക്ക് എന്ത് പാലക്കാടിനെ കൊണ്ട് പറയാൻ അറിയണ്ടേ? ഒന്നും തന്നെ നിശ്ചയം ഉണ്ടാവില്ലേ പറയും. ധൂമക്കണ്ണന്മാരോ? നോക്കൂ, സന്തോഷേട്ടൻ എന്നെ കൊണ്ട് കൂട്ടം കൂടുന്നത്. സതിമുത്തേ, ടൈം 11 മണി ആയിരുന്നു. അതിനെ കൊണ്ട് പോവട്ടെ പറയണു. ശരി പറയണു. പൊന്നാതി പൊന്നോ, ഉറങ്ങണ കുട്ടി. മറ്റേ കാന്താരയില് പറയണോണ്ട് രസാണടാ പൊന്നാ. പാലക്കാട്ടിൽ പറഞ്ഞു വെച്ചാ ജീവിക്കാൻ ഏറ്റവും നന്നാണ്. പക്ഷെ കരിഞ്ഞ വെയിലും ചൂടുമാണ്. പുറത്തേക്ക് ഇറങ്ങിയ പപ്പടം പൊളിക്കണത് പൊള്ളും.